ഞാനേ ചോറ് വാർത്തിട്ടില്ല, വാർത്തേക്കണം. ശരി. പിന്നെ ഇങ്ങോട്ടേ എല്ലാം ശരി ശരി എന്ന് പറഞ്ഞ് കേട്ടിട്ട് തല തിരിച്ചൊന്നും ചെയ്തു വെക്കരുത്. ശരി അമ്മ. ഒറ്റ തല തിരിച്ചൊന്നും ചെയ്യത്തില്ല. സ്കെച്ച് പെൻ വാങ്ങിക്കാൻ മറക്കല്ലേ. ചിലപ്പോ മറന്നു പോകും. അച്ഛനോട് വേണമെങ്കിൽ പറഞ്ഞേക്ക്. ആ ഗുഡ് മോർണിംഗ് ഡാഡ്. പോടാ പോടാ ഡാഡ്. വിഷ്ണു എടാ എന്നൊന്ന് ഓഫീസിൽ കൊണ്ടുവിടാ. അതിനെന്താ? പക്ഷേ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേണ്ടി വരും. അത് വേണ്ട, ഇവിടെ നടന്നു പോയാലേ ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് ബസ്സിന് പോയാൽ 12 രൂപയുടെ കാര്യമുള്ളൂ. ഞാൻ പോയിക്കോളാം. അമ്മ എനിക്ക് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്ന് നോക്ക്. 3 ദിവസം അടുപ്പിച്ച് ഓഫീസ് കൊണ്ടുവിടാം. പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമില്ല. കള്ളനാ, ചതിക്കുന്നീ. ഈ അച്ഛൻ്റെ അല്ലേ മോൻ? പോട്ടടാ, നടന്നു പോട്ടെ. ഇതൊക്കെ നടന്നു പോകേണ്ട കേസുകളാണ്. അതെങ്ങനെ കുട്ടമ്പിള്ളേരെ മോളല്ലേടാ. എടാ അധികം ഞാൻ പറയണ നീ കേരള. നീ കണ്ടിട്ട് അടിച്ചിരിക്കാൻ. എടാ കുട്ടമ്പിള്ളേരല്ലേ? കുട്ടമ്പിള്ളറിയാനൊക്കെ ആര്? എൻ്റെ അപ്പ 6 പിശുക്കനാണ്. അതില്ല മോള്. ഇതിനേക്കാൾ പിശുക്കാണ് നിന്റെ മാമ ശ്രീകുട്ടൻ കള്ളായി പന്നെ. അതൊക്കെ അച്ഛല്ല ആവശ്യമില്ലടാ. ആ വല്ല ഉണ്ടായിട്ടുണ്ടല്ലോ ആവശ്യം അടിക്കാൻ. കൈ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഇല്ല ആവശ്യമല്ലേ. ശ്രീ, നിന്നെ അവിടെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടാ. വെറുതെ നീ പേരും പറഞ്ഞ വഴക്ക് ഉണ്ടാക്കരുത്. ഞാൻ പോവാണേ. ഗൾഫിലെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. പേപ്പറൊക്കെ ശരിയാക്കിയിട്ടാണ് വന്നത്. നല്ല വിസയാണ്. ചേച്ചി വൈകുന്നേരം വരുമ്പോൾ സംസാരിക്കും. നീ പിന്നെയും ഗൾഫിന്റെ കാര്യം പറഞ്ഞോണ്ട് പറയണ. ശ്രീകുട്ടാ, നിന്റെ മനസ്സിരിപ്പ് എനിക്കറിയാം. നീ എന്നെ കുഴിച്ചടിക്കാൻ നോക്കല്ലേടാ. ബാലുവിനെ ഒരുപാട് പേര് കുഴിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചവരൊക്കെ കുഴി ചാടിച്ചേ ഉള്ളൂ. ബാലു കുഴി വീഴ്ന്നിട്ടില്ല കേട്ടാ. പിന്നെ നിങ്ങളാ കുഴി ചാടിക്കണ വലിയ കാര്യമില്ലേ? ഇടാ ബാലു കുഴി വീഴില്ലടാ. ബാലുവിന് മൂളയുണ്ട്. വലിയ ജാട വർത്താനൊന്നും പറയണ്ട. കുഴി ചാടിക്കുമെന്ന് പറഞ്ഞാൽ തള്ളിയിട്ടിരി. എങ്കിൽ നീ ചാടിക്ക്. 24 മണിക്കൂറിനകം നിങ്ങളെ ഞാൻ കുഴി ചാടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ചാടിച്ചില്ലെങ്കിൽ നീ നിന്റെ താടി മീശ എടുക്കോ? ചാടിച്ച ഞാൻ എന്റെ മീശ താടി എടുക്കാം. അല്ല ഞാൻ വളർത്താം. ശരി. അപ്പൊ എണ്ണിക്കോ കേട്ടാ. ബെറ്റ് എണ്ണല്ല എണ്ണിക്കോ. നോക്കിയിരുന്നോ. 24 മണിക്കൂർ കേട്ടാ. ബാലുവിനെ ഒരുപാട് പേര് ചാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാലു കുഴിയണ്ട മാറിപ്പോവും. മാറി ജീവിക്കാൻ ബാലുവിന് അറിയാം. നിനക്കൊന്നും അറിഞ്ഞൂറാ. നീ കൊച്ചി ഇറങ്ങാൻ. നീ പോടാ ഇറങ്ങാൻ. മാമനെ കിടന്ന് ഓടാനൊന്നും വയ്യ. ഓടാത്ത എന്തെങ്കിലും കളിയുണ്ടെങ്കിൽ കളിക്കാം. കളിക്കാം. മാമന് പഴയ കുറെ കളിയൊക്കെ അറിയില്ലേ? അപ്പൊ അതിൽ ഓടാത്ത ഏതെങ്കിലും ഒരു കളി കളിക്കാം. പഴയ കളി എന്ന് പറയുമ്പം ഒരു കളിയുണ്ട്. എന്ത് കളിയാ? നല്ല കളിയാണ്. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ നിൽക്കണം. ഒരേ മനസ്സും ഒരേ വിചാരമൊക്കെ ഉണ്ടെങ്കിൽ ഈ കളി കളിക്കാൻ പറ്റും. ഇത് അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ എളുപ്പമാണ്. നമുക്ക് ഈ കളിക്ക് വേണ്ടത് ഒരു കുഴിയാണ്. ഈ കളിയുടെ പേരാണ് കള്ളക്കുഴി. കുട്ടുമാമ, കുഴി കുഴിച്ചാ അത് പിന്നെ കള്ളക്കുഴി ആവില്ല, സത്യക്കുഴിയല്ലേ ആവുള്ളൂ. കാരണം നമ്മൾ ഒറിജിനൽ ആയിട്ടും കുഴി കുഴിച്ചില്ലേ. ചുമ്മാരി അവളെ അച്ഛൻ പറയണ കേട്ടോണ്ട് ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് വരെയാണ്. അച്ഛൻ പറയുന്നല്ല. നീയേ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് കുഴിക്കാനുള്ള സാധനങ്ങൾ എടുത്തുണ്ടോ. ശരി മാമ. കുട്ടുമാമ, ഈ കുഴിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? കുഴിച്ച് കഴിഞ്ഞിട്ടാ? കുഴിച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നീ കണ്ടോ? കേശു കൊത്തില്ലേ? മാറിയില്ല. ഇത് പഴയ കളിയാണ്. ആ മണ്ണൊക്കെ എടുക്കാം. അത് മണ്ണൊക്കെ എടുത്താ നീ കുറച്ച് ഇലയും കമ്പൊക്കെ എടുത്തിട്ട് പെട്ടെന്നോ. അയ്യോ കുട്ടുമാമ, എല്ലാം കമ്പൊക്കെ വെച്ച് മൂടിക്കഴിഞ്ഞാൽ ഇവിടെ കുഴിയുണ്ടെന്ന് അറിയില്ല, ആരെങ്കിലും വീഴും. നോക്കിയോ, അതല്ലേ കളി. നോക്കിയോ, പെട്ടെന്ന് എടുത്തോണ്ട് വാ. താഴെ വീഴ്ത്തും. എങ്ങനെ വീഴ്ത്തും? നമുക്ക് ലച്ചുവിനെ വീഴ്ത്തിയല്ലോ. അയ്യോ വേണ്ട, പാവം. ഇതിനുള്ളിൽ വീണ് കഴിഞ്ഞാ പിന്നെ മണ്ണ് ഇലയും വെച്ച് മൂടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ വീഴ്ത്താൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതാരാ? നോക്കിയോ. മുടിയനാ? ചേട്ടാ അതൊന്നും വേണ്ടടാ, ഇവിടെ ഒരാളുണ്ട്. നിങ്ങൾ ഇവിടെ നില്ലേ. ഇവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് മാറിയോ. അളിയാ ഇങ്ങോട്ട് വാടാ. അല്ല ഇങ്ങ് വരണം. ഇവിടെ ഒന്ന് പറയടാ. പിന്നെ അച്ഛൻ പറഞ്ഞ്
50,000 രൂപ തന്നിട്ട് ഇവിടെ തന്നു വിട്ടിട്ടേ 50,000 രൂപ അളിയന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. പൈസ എന്നാ ആ എടേ വാടേ ഇന്ന് പറഞ്ഞു പറയട്ടെ, കാര്യം പറയട്ടെ, വാ. കുട്ടമ്പിള്ള ഇവിടെ വന്നപ്പോ എന്റെ കൈ തന്നൂടെ? ഈ പാങ് എന്റെ കയ്യിൽ കൊടുത്തേക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഡേയ് നീ എന്തോന്ന് പറഞ്ഞ? അച്ഛൻ പറഞ്ഞ് പൈസ ഇരിക്കണ 2-3 തവണയായിട്ട് കൊടുത്താൽ മതി. എടാ നീ താടാ, എന്തോന്ന് പൈസ തന്നു കിട്ടില്ല, നീ താ തന്നെ. അത് 2-3 മാസത്തിന് കഴിഞ്ഞിട്ട് കേട്ടൂടാ. എന്താ അവിടെ നിന്ന് കണ പറയണ? നീ വാടാ. കേട്ടൂടാന്ന് പറഞ്ഞാൽ അവിടെ വന്നോണ്ട് കേട്ടൂടാ. 2 കിലോമീറ്റർ അപ്പുറം നിന്നിട്ട് കേട്ടൂടാന്ന് പറഞ്ഞാ വല്ല കേൾക്കണം. ഇങ്ങോട്ട് വാ, പറയട്ടെ. എന്റെ കാര്യം ഓ ഒന്ന് അനങ്ങി വാ. നിങ്ങൾ എന്താന്ന് വിചാരിച്ചത്? ശ്രീകുട്ടം വിചാരിച്ചാലേ തള്ളിയിടും പറഞ്ഞാൽ തള്ളിയിട്ടിരിക്കും. അയ്യോ കാലൊടിഞ്ഞടാ, വേദന. മക്കളെ അയ്യോ കിടക്കണ കേട്ട സൗണ്ട്. മാമ പിടിക്കും മാമ. അയ്യോ മാറടാ. അയ്യോ 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 എന്റെ അമ്മോ. അയ്യോ അയ്യോ അച്ഛാ. ഈ കാലല്ല, ആ കാല് കുത്ത്. ആ കാല് ആദ്യം കുത്ത്. പയ്യനെ ഇറങ്ങച്ചാ. കുത്ത് വയ്യണി. അച്ഛാ തൊടല്ലേ, നല്ല ഒടുവുണ്ട്, തൊടണ്ട. മാമ അമ്മ വിളിച്ചോ? അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മേന്ന് വിളിച്ച് മാ വിളിച്ച. സൂക്ഷിക്കണേ ആളെയാ. നില്ല് 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 നില്ല്. അയ്യോ ഇത് തലയുടെ അവിടെ വെക്കണ? അയ്യോ തല പതുക്കെ പതുക്കെ ശ്രീകുട്ടാ, പതുക്കെ പതുക്കെ. അത് പുറത്തല്ല, അടിയില്. ആ അയ്യോ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ടല്ലോ അളിയാ. പിന്നെ നല്ല സുഖം. അളിയാ ക്ഷമിക്കണേ അളിയാ. ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ തമാശക്ക് ചെയ്തേണ്. തമാശക്കായിരുന്നാ? എനിക്ക് പിന്നെ ഒരു വലിയ കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് കുപ്പിച്ചെല്ലൊക്കെ ഇട്ട് ട്യൂബ്ലൈറ്റൊക്കെ അടിച്ച് പൊട്ടിച്ച് മറ്റേ വേലിക്കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഇടാത്തന്ത്രാ. തമാശക്കല്ലേടാ? സോറി അളിയാ, സോറി. സോറി. എന്തോന്ന് മാമ ചെയ്യുന്ന? അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അമ്മ വന്നിപ്പോ എന്ത് പറയും? അമ്മ വരാറായില്ലേ? അവളെന്നെ കൊല്ലും. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും. നീ എന്നെ തള്ളിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. അളിയാ പറയല്ലേ അളിയാ, പറയും. അളിയാ സത്യമായിട്ടും പറയല്ലേ അളിയാ. ഞാൻ വയറ് വാങ്ങിച്ചു തരാം. വയറ് വാങ്ങിച്ചു തരാം. ആ 2-3 സ്വിച്ച് ബോർഡും വാങ്ങിച്ചു തരാം. 2-3 സ്വിച്ച് ബോർഡും വാങ്ങിച്ചു തരാം. സത്യം? സത്യം. ലച്ചു. അയ്യോ അമ്മ വന്നു. അയ്യോ ബാലു നീലു ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് അളിയ സമ്മതിക്കണ്ടേ? ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ ഓടിക്കോളും. അവിടെ നിന്ന് കൈ ഓടിച്ച് കാലും പോയി പൈസയും പോയി. കൊണ്ടുപോണത് ശരിക്കും എന്താ പറ്റിയേ? അത് മുമ്പില് നടുവില്. ഞാൻ പറഞ്ഞിട്ട് തെറ്റണ്ട, നീ പറഞ്ഞോ. അതുണ്ടല്ലോ അമ്മേ, മുമ്പില് മുറ്റത്തെ അച്ഛൻ ഇറങ്ങിയപ്പോ പടിയില് കാല് തെന്നി. ഒരു ശ്രദ്ധയില്ല. എങ്ങടാ നോക്കിപ്പോ പറ്റിപ്പോയി. പോട്ടെ, ഇനിയിപ്പോ വേദന ഉണ്ടോ? രമേ നീ എന്തിനു രമേ കരയണേ? അവള് കരയാതെ, അവൾക്ക് ആ പടം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. സ്നേഹം കൊണ്ട് തോപ്പിച്ചുകളല്ലേ രമേ? ഡേ നീ എന്തിനാ കരയണേ? അവിടുത്തെ കരച്ചിൽ നിർത്താൻ പറ. അവള് എനിക്ക് കരച്ചിൽ വരും. കുടിക്കാൻ വല്ല വെള്ളം ഉണ്ടെ എടുത്തോണ്ടോ? ഓ ഞാൻ എടുക്കാൻ ചേച്ചി വെള്ളം. കരയാണോ? ബാലു ആ ചായ വേണോ? ആ കിട്ടിയാ കൊള്ളാം. ഞാൻ എടുത്തിട്ട് വരാം. പോ. ഈ പച്ചച്ചക്ക് അവളും പച്ചച്ചക്ക്. പച്ച ചക്കേ? പച്ചച്ചക്കയല്ല, പച്ചച്ചക്ക്. നീ പച്ചച്ചക്ക് ഷർട്ട്, അവള് പച്ചച്ചക്ക് സാരി. പറഞ്ഞു വെച്ചോലെ രണ്ടും പച്ച. സത്യം പറടാ, നീ അവളെ പറഞ്ഞു വിളിപ്പിച്ചല്ലേ? കാലൊടിഞ്ഞ് കിടന്നാണ് ചിന്ത വേറെ വഴിക്കാണ്. ചിന്ത എന്റെ ചിന്തയ്ക്കാണ് കുഴപ്പമില്ലടാ. ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, തള്ളിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കട്ടാ. വേറെന്താ ഇവിടെ? ബാലു ഭയങ്കര വേദന ഉണ്ടാവുമായിരിക്കും അല്ലേ?
സാരല്ലേ ചേച്ചി, എന്തോ വലുത് വരാനിരുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഒതുങ്ങിയത് കരുതിയാൽ മതി. എല്ലാം ചേച്ചിയുടെ പ്രാർത്ഥനയുടെ ബലം. പ്രാർത്ഥനയുടെ ബലമാണ് അളിയെ കിടക്കണേ. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. നമുക്ക് മോശപ്പെട്ട എന്ത് കിട്ടുന്നുവോ അത് മോശപ്പെട്ടതിൻ്റെ കർമ്മഫലം. നല്ലത് എന്ത് കിട്ടുന്നുവോ അത് ഈശ്വരൻ തരുന്നു. വലിയ ആളാവാതെ അവിടെ പോയി ഇരിക്കി ചെല്ല്. രമേ, ചൂടുവെള്ളം കൊണ്ടുവിടാം അളിയന്. രമ വെള്ളം കൊണ്ട് ചെല്ല്, ഞാൻ ചായ ഇട്ടുണ്ട് വരാം. എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. ശരി ചേച്ചി, അളിയന് വയ്യാതിരിക്കുകയാണ്. നീ അളിയന് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് അളിയനെ വേദനിപ്പിക്കരുത്. എടാ നിന്നോടല്ലേ പറഞ്ഞ അവിടെ പോയിരിക്കാൻ. രമേ, എന്താ ശ്രീയേട്ടാ? എനിക്ക് അളിയനെ കാണുമ്പോൾ ഭയങ്കര വിഷമം. അയ്യേ, വിഷമിക്കണ്ട. ഇതൊരു ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചർ അല്ലേ, 10 ദിവസത്തിനുള്ളിൽ റെഡിയാവും. പക്ഷേ എൻ്റെ മനസ്സിനേറ്റ ഫ്രാക്ചർ എങ്ങനെ മാറും? മനസ്സിനായിട്ട ഫ്രാക്ചറോ? അതെന്തുറ്റി? പിന്നെ എനിക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റി. ഞാൻ ചതിക്കാൻ പാടില്ലായിരുന്നു. വലിയ തെറ്റാ ഞാൻ ചെയ്തേ. മനസ്സങ്ങ് പെടയാണ് രമേ. ചതിക്കരുത് ചേട്ടാ, ഒരു സ്ത്രീയും ചതിക്കരുത്. ഏത് സ്ത്രീയെ ചതിക്കായിരുന്നു? ഇപ്പൊ ചേട്ടനല്ലേ പറഞ്ഞേ അബദ്ധം പറ്റി ചതിച്ചു എന്നൊക്കെ. ഇതെന്തോന്ന് പറയണത്? ബെസ്റ്റ്. വാ പറയട്ടെ, വാ. പിന്നെ അത് ശരി, വെള്ളം കൊണ്ട് കൊടുത്തില്ലേ? രമ ഇങ്ങോട്ട് വന്നില്ലല്ലേ ബാലു? രമ ഇവിടെ ആരും വന്നില്ല. ചായ മേടിക്കാനും വന്നില്ല. ചായ ചായ കഴിക്കാൻ വല്ലതും വേണോ? അയ്യോ, എന്തെങ്കിലും ഉണ്ടാക്കിത്താ. എന്നാലും ആ രമ എവിടെ പോയി? ശ്രീകുട്ട എവിടെ? അവനവിടെ എവിടെയെങ്കിലും കാണും. എനിക്ക് അവിടെ രമമാണ്, പോയി നോക്ക്. പോ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരാം. ഉണ്ടാക്കണ അവിടെ പോയി അവരെ കണ്ടുപിടി. പോ. പോട്ടെ ശ്രീയേട്ടാ, ചേട്ടനൊരു കളിതമാശയ്ക്ക് ചെയ്തതല്ലേ, ഇനി അത് ഓർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും ബാലിച്ചേട്ടന് ഇത്തരം കളികളൊക്കെ ചെയ്യുന്നതല്ലേ. പോട്ടെ, ഇത്തവണ കളി കാര്യമായി, അത്രേ ഉള്ളൂ. രമേ, വെള്ളം അവിടെ കൊടുത്തിട്ട് എവിടെ പോയതാ? അത് ഞാൻ അവിടെ വന്നപ്പോൾ ശ്രീയേട്ടൻ വിളിച്ചു, വെള്ളം അവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു. നീ എന്തിനാണ് ഇവിടെ വിളിച്ചോണ്ട് സംസാരിക്കാൻ പോന്നേ? നീരെ പറഞ്ഞത് അളിയനെ നോക്കാൻ സംസാരിച്ചോണ്ട് നിൽക്കാണ്ട്. രമേ ചെല്ല്, പോയി അളിയനെ ശുശ്രൂഷിക്ക്. പോ. നിനക്കെന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഓടാതെ ഒരുത്തൻ വയ്യാതെ കിടക്കണ കണ്ടില്ലേടാ. ഓടാതെ പോ, 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 പോ. ശിവ, കേശു ബഹളം വെക്കല്ലേ. സോറി ചേട്ടാ. എന്താ കേശു കാണിക്കുന്നത്? എന്താ കേശു ഇങ്ങനെ ഓടി അറിയാണ്ട് ചേട്ടന്റെ മേത്തേക്ക് വീണു. അമ്മാ, ഇത് വീണ്ടും എന്റെ പുറത്ത് വന്ന് വീഴാനുള്ള പരിപാടിയാണ്. അതോടാ പോ, ചൊല്ലി പോ. നീ പോ. അച്ഛന് വയ്യാതെ നടക്കല്ലോ ഇവിടെ. അച്ഛന് കൊയ്യാതെ നടക്കണം. ചേച്ചി നീ പോ. ചേട്ടൻ കിടക്ക്, റെസ്റ്റ് എടുത്തോ. വീശി തരണോ? വീശി തരണോ? എടാ അങ്ങാട്ടാ അഞ്ഞാട്ടാ ചെന്നില്ലടാ, അതിന്റെ ഇടയ്ക്കറി ചൊരുവാടാ. തടവ് തരാം. തടവ് വീശയും വേണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ തടവി തട്ടെ? തടവ്. അയ്യോ, ചെറിയ പൊട്ടലേ ഉള്ളൂ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് തടവുണ്ട. നീ തടവ്, നീ അവിടെ പോയിരി. പോ. ഇത് അടിക്കാതെ അതിലിട്ട്, അടിക്കാതെ അതിൽ കൊട്ടാതെ ഇട്ട്. ചേട്ടാ ഇനി അധികം സംസാരിക്കണ്ട. ചേട്ടൻ നല്ല കണ്ണടച്ച് സുഖമായിട്ട് കിടന്നു. പെട്ടെന്നൊന്നും കണ്ണടയ്ക്കാൻ പറ്റൂല രമേ. ആരെപ്പോ എന്ത് ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റൂല. ഇനി ചേട്ടനെ ആരും ഒന്നും ചെയ്യില്ല. എന്നെ ഉദ്ദേശിച്ചല്ല, ചേട്ടനാരും ഒന്നും ചെയ്യൂല.
അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ അടുത്ത ആരും ഇല്ലാത്തോണ്ട് ഒരു ആശ്വാസം ഉണ്ടടാ. വാ, ഒരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞ ഇവിടെ വെച്ച് പറ. എനിക്കൊരിടത്ത് വരാൻ വയ്യ. ഇവിടെ നടക്കാതെ വയ്യാതെ കിടക്കണം. നീ പറയടാ. അച്ഛാ അതല്ല, അച്ഛന്റെ പ്ലാസ്റ്ററിൽ നോക്ക്, അച്ഛന്റെ കാലില്. ഇവിടെ നോക്ക്, ദേ ഇവിടെ. പ്ലാസ്റ്ററില്ല. ആ ദാണ്ട് ഇവിടെ. വാ വാ, ഒരു ഇങ്ങോട്ട് അടുപ്പിച്ച് വിളിയടാ കാല്. കാല് പിന്നെ ഊന്നൊക്കെ പറയുന്നു. വാ ഒരു കാര്യം. ഇതാരും ആ അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നേ. നിങ്ങൾ പോ. പോടാ പോ. ശരി അച്ഛാ, പോയി. ഇതാരെഴുതിയെന്ന് എനിക്കറിയാം. രണ്ടും കൂടെ എവിടെ പോയി നിൽക്കുകയാണ്. ഇത് ചക്കര ഈ ചെയ്ത് എവിടെ അതുപോലെ ഇട്ട് പിടിച്ച്. അയ്യോ അയ്യോ അച്ഛാ, അയ്യോ 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 കുട്ടുമാമ ഓടി വാ, അയ്യോ 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 എന്തോന്നളിയാ? അളിയൻ ഇവിടെ കിടത്തിട്ടല്ലേ പോയെ? എന്തിനാ? എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ പോരായിരുന്നാ? നീ ഇവിടെ പോയിരുന്നേ? ഞാൻ ഇവിടെ പോയി. അയ്യോ 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 അളിയ എന്ത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചാ പോരെ? പിന്നെ ഞാൻ ഭീഷ്മരല്ലേ, ശരശായി കിടക്കയല്ലേ? അർജുന തൊടുത്തിടമ്പ് തറയില്ലേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഓ അപ്പൊ ശരശയിലാണ്. അവസാന തുള്ളി ജലം ഇറ്റിക്കാൻ സമയമായില്ല. ശ്രീകുട്ട, അല്ല അർജുനൻ. കാലായി. അർജുനൻ അർജുനൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടേ പോകും. എവിടെ പോയിരുന്നു? പുറത്ത്. എന്ത് ചക്കരക്ക് വല്ല ഒട്ടിയിരിക്കണ? ചേർന്നിരിക്കണ്. നീങ്ങില്ല അവിടെ കിടന്ന് ഉറങ്ങണമെന്നു എനിക്ക്. അങ്ങനെ വിട്ടാ പറ്റൂല. എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കണം. എൻ്റെ മുമ്പ് വെച്ച് ഇതാണെങ്കിൽ പിന്നെ മാറി വയ്ക്കുമ്പോൾ എന്തായിരിക്കും? കൊന്നിപ്പോയാൽ ശരിയാവൂല. കൊന്നിപ്പോയാൽ ശരിയാവൂ. എവിടെ? ഇവിടെ ഇല്ല. ഇത് ഇവിടെ ഉണ്ടാന്നൊക്കെ. അവിടെ ഉണ്ടാന്നോക്കടി. ഇതെന്താ ഇറങ്ങി വന്നാ? എന്തൊക്കെയാണ് കാണിക്കണേ? ശ്രീകുട്ട, എടാ ഇങ്ങോട്ട് വന്നേ. ശ്രീ എണീക്ക്. എന്തേ കാട്? എന്തത്? എണീക്ക് എണീക്ക്. കൊന്നി വരാൻ സമ്മതിക്കൂല, ഇറങ്ങി വരാൻ സമ്മതിക്കൂല. എന്നെ കൊല്ലണ്. ഞാൻ കാര്യം പറയട്ടാ. നീലു എങ്ങനെയെങ്കിലും എന്നെ നെയ്യാറ്റിക്കര കൊണ്ടാക്ക്. എനിക്ക് എന്റെ അമ്മയെ കണ്ടിട്ട് മരിക്കണം. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു. എനിക്കാരും സഹായം വേണ്ട. എനിക്കാരും സഹായം വേണ്ട. അയ്യോ വേദനിക്കുന്നുണ്ടോ ഏട്ടാ? നീലു പറഞ്ഞു ഇവിടെ എല്ലാത്തിനെ. ചേച്ചി ഇപ്പോ അളിയൻ എന്തെങ്കിലും ഉണ്ടാക്ക്. നീ പോ. എനിക്ക് അവസാനം ശ്വാസം കിട്ടി ചാവണമെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല. നീ പോടാ. അളിയൻ വെറുതെ എവിടെ കിടക്കാതെ എവിടെ ഇറങ്ങി പോണേ അളിയ? അളിയൻ ഇറങ്ങി നടക്കണം. അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു വഴിയുണ്ട്. ആരും അളിയനും ബുദ്ധിമുട്ടാവൂല, അളിയനും ഇനി മുതൽ ആർക്കും ബുദ്ധിമുട്ടാവൂല. കടിയാണ് സഹിക്കാൻ വയ്യാത്തത്. അളിയ എന്റെ തെറ്റിന്റെ പ്രായശ്ചിത്തം. അളിയന് കാല് ശരിയാവുന്നവരെ യാത്ര ചെയ്യാനായിട്ട് ഒരു വാഹനം. ഈ വണ്ടിക്ക്
ഈ വണ്ടി കയറി നീ എങ്ങോട്ടാണ് ഭിക്ഷാടനത്തിന് പോയേണ്ടത്? പളനിയാണ് അളിയന്റെ വാസസ്ഥാനം. എന്നാലും നിന്റെ മനസ്സിൽ അളിയന്റെ വില. ഇതുപോലെ അളിയന്റെ വില എൻ്റെ മനസ്സിൽ കൂടുന്തോറും ഇതിലും വലിയ വലിയ സാധനങ്ങൾ ഞാൻ അളിയന് കൊണ്ട് തരും. ഇതിലും വലിയ സ്ഥാനം ഉണ്ടാടാ നിന്റെ ഇനി? നാരങ്ങ ഉണ്ടാടാ, വച്ച് ഉദ്ഘാടനം ചെയ്യണ്ടേ? കൊണ്ടുവന്നു അളിയ. അത് കൊണ്ടുവന്ന ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? വയ്യടാ, ഞാൻ ഇരിക്കാം. പിടിച്ചിരിക്കണേ. പിടിച്ചിരിക്കേ. നീ കൊണ്ടുവന്നല്ല അളിയ എനിക്ക് വേണ്ടി. ഇരിക്കാം. ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവർ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്യണം. അപ്പൊ നീ തള്ളണ്ട. ഞാൻ നീലുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നിന്റെ ചേച്ചി ഒന്ന് കാണട്ടെ. നീലു, പാറടാ, പാറ്. നീലു, മക്കളെ 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 കണ്ടാ? നിങ്ങളെ പൊന്നാര മാമ വാങ്ങി തന്ന വണ്ടി. പോട്ടാ അച്ഛൻ, പോട്ടാ. നീലു, നീലു, നീലുവേ, നീലു. അയ്യതെന്താ ബാലു? നിന്റെ അനിയായി ലക്ഷങ്ങൾ മുടങ്ങി എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന വണ്ടി. അവന്റെ റേഞ്ചിലുള്ള വണ്ടി എനിക്ക് വാങ്ങിച്ചു തന്നത്. വൃത്തികേട്. എണീറ്റതിന്ന് എണീക്ക്. ഇല്ല, എന്റെ അനിയ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നല്ലേ. ഞാൻ ഇതിൽ തന്നെ ഊണ് ഉറക്കൊക്കെ ഇതിൽ തന്നെ. ഇറങ്ങ ബാലു. ഇല്ല, ഇറങ്ങൂല. ഇറങ്ങുന്ന. എന്നെ തുടരുത്, ബാലുവിനെ തുടരുത്. ബാലുവിന്റെ കാര്യം നോക്കാൻ ബാലുവിനെ അറിയാം കേട്ടാ. അന്ന് കേറി വണ്ടി വായതരമേ എനിക്ക്. ഞാൻ തള്ളിത്തരാളിയാ. ശ്രീകുട്ടാ, എന്തളിയ? വണ്ടി വാങ്ങിച്ചു തന്നതേ വാങ്ങിച്ചു തന്നു. ബ്രേക്കുള്ള വണ്ടി വാങ്ങിച്ചു തരാ ദുഷ്ട. അപ്പാ